നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ദിവസവും യു.ഡി.എഫിന് തലവേദനയായി വി പ്രകാശ് വിഷയം. യു.ഡി.എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വ്യക്തമായ ഉത്തരം പറയാതെ ഒഴിഞ്ഞുവെങ്കിലും പ്രകാശിന്റെ കുടുംബത്തിന്റെ അതൃപ്തി നിലമ്പൂരിൽ ചർച്ചയായിട്ടുണ്ട്. ഇടതുമുന്നണി ഈ വിഷയം മണ്ഡലത്തിൽ ഉന്നയിക്കുകയും ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയും മുൻ DCC അധ്യക്ഷനുമായ വി പ്രകാശിന്റെ മരണശേഷവും അദ്ദേഹത്തിന്റെ കുടുംബത്തെ നേതാക്കൾ അവഹേളിച്ചു എന്ന വികാരമാണ് മണ്ഡലത്തിലുള്ളത്. വി പ്രകാശിന്റെ വീട്ടിൽ ഒരു തവണ പോലും യു.ഡി.എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പോയിട്ടില്ല. ഈ വിമർശനം നിലനിൽക്കുന്നതിന് ഇടയിലാണ് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വി പ്രകാശിന്റെ മകൾ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് കുടുംബത്തിന്റെ അതൃപ്തി അറിയിച്ചത്. അച്ഛനില്ലാത്ത ആദ്യ തെരഞ്ഞെടുപ്പ്, മിസ് യു അച്ഛ എന്നാണ് മകൾ നന്ദനയുടെ പോസ്റ്റ്. മാത്രമല്ല, വൈകിട്ടോടെയാണ് മകൾ നന്ദനയും പ്രകാശിന്റെ ഭാര്യയും വോട്ട് രേഖപ്പെടുത്താനും എത്തിയത്. പക്ഷേ വിവാദ വിഷയത്തിൽ പതിവ് പോലെ പ്രതികരിക്കാതെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഒഴിഞ്ഞുമാറി. ഞാൻ ഇതിലൊരു കാര്യമാണ് പറഞ്ഞത്. എന്ത് ശ്രമിച്ചാലും യു.ഡി.എഫിൻ്റെ വോട്ടിൽ ഒരു വിള്ളലുണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും കഴിയില്ല. നിലമ്പൂർ യു.ഡി.എഫിൻ്റെ വോട്ടിൽ ഒരു ചെറിയ പോറൽ പോലും ഉണ്ടാക്കാൻ, വിള്ളൽ പോട്ടെ, ഒരു ചെറിയ എയർലൈൻ പോറൽ പോലും ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും കഴിയില്ല. അതേസമയം വിഷയം മണ്ഡലത്തിൽ LDF സജീവമായി നിലനിർത്തിയത് യു.ഡി.എഫിന് തലവേദനയായി മാറി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച യു.ഡി.എഫ് സ്ഥാനാർത്ഥിയുടെ കുടുംബത്തെ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് സന്ദർശിക്കാൻ ഇപ്പോൾ മത്സരിക്കുന്ന യു.ഡി.എഫ് സ്ഥാനാർത്ഥി തയ്യാറായില്ല. പോയില്ല എന്ന് മാത്രമല്ല, ഇന്ന് ന്യായമായ വിഷയം മാധ്യമ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോൾ ആ ചോദ്യത്തെ തന്നെ അങ്ങ് മാറ്റി നിർത്തിയത്. വി പ്രകാശിനെ സ്നേഹിക്കുന്ന വലിയൊരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരാണ് നിലമ്പൂർ മണ്ഡലത്തിൽ ഉള്ളത്. പ്രകാശിന്റെ തോൽവിക്ക് വഴിയൊരുക്കിയത് ആര്യാടൻ ഷൗക്കത്താണ് എന്ന വികാരവും ഈ നേതാക്കൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് ഇത് തിരിച്ചടിയാകുമെന്ന ആശങ്ക മണ്ഡലത്തിൽ സജീവമാണ്. നിലമ്പൂരിൽ നിന്ന് നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്.